കാസർഗോഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഖാദർ കരിപ്പൊടിയെ UDF സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണിത്. കാരണം അദ്ദേഹം സോഷ്യൽ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കാസർഗോഡ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആയാലും പിന്നെ ടോൾ ഇഷ്യൂ ആയാലും അദ്ദേഹം ഒരുപാട് പോരാട്ടങ്ങൾ അതിനു വേണ്ടി നടത്തുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളിലും സാമൂഹികമായി ഇടപെടുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഖാദർ കരിപ്പൊടി. ഇപ്പോൾ കേരളത്തിലെ ഒരുപാട് മാധ്യമ പ്രവർത്തകർ പേടിച്ച് പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ നട്ടലോടെ ധീരതയോടെ പറയുന്ന ഒരാളാണ് ഖാദർ കരിപ്പൊടി. ഇപ്പോൾ കാസർഗോഡ് മുസ്ലിം ലീഗിൽ സ്ഥാനാർത്ഥിയെ ചൊല്ലി തർക്കം തുടരുന്നുണ്ട്. അതായത് കാസർഗോഡ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇപ്രാവശ്യം എന്നെ നെല്ലിക്കുന്ന് മത്സരിക്കുന്നില്ല. പകരം ആര്? KM ഷാജി മത്സരിക്കൂ, അല്ല ഒരുപാട് കാസർഗോഡ് നേതാക്കന്മാർ ഉണ്ട്. ഇപ്പോൾ തർക്കം തുടരുന്നുണ്ട്. ആര് മത്സരിക്കുമെന്ന് അറിയില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ ഈ കാര്യം പറഞ്ഞത് ഇനിയിപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. എന്നാലും യൂത്തിന് ചാൻസ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു ചെറുപ്പക്കാരനാണ്, ഒരു 28 ആ ഒരു ഏജിൻ്റെ ചെറുപ്പക്കാരനാണ്. സമൂഹത്തിൽ നല്ല പിടിപാടുണ്ട്. ജനങ്ങളുടെ ഇടയിൽ വന്ന് സംസാരിക്കാനുള്ള ഇതുണ്ട്. എല്ലാ കാര്യങ്ങളിലും മുൻഗണന എടുക്കുന്ന ഒരാളാണ് ഖാദർ കരിപ്പൊടി. ഞാൻ കണ്ടിടത്തോളം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ, സോഷ്യൽ മീഡിയ ചാനൽ നോക്കിയാൽ അറിയാം, ഒരുപാട് നല്ല കാര്യങ്ങളിൽ ഇടപെട്ട് ജനങ്ങളുടെ ഇടയിൽ ഒരു പോപ്പുലാരിറ്റി ഉണ്ടാക്കുന്ന ഒരാളാണ്. അത് മനസ്സിലാക്കിയാണ് ഞാൻ ഈ കാര്യങ്ങൾ തുറന്ന് പറയുന്നത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. അപ്പോൾ ആരും ഇതിനിടയിൽ സ്ഥാനാർത്ഥിയെ ചൊല്ലി തർക്കം ഉണ്ടാക്കാൻ പാടില്ല. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ.